നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചിട്ടാണ്. എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസുകൾ ഉണ്ട്, അതിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അതിന്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ. നമുക്കറിയാം LIC ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നായി മാറി ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ വാഹനങ്ങളുടെ ഇൻഷുറൻസ്. പല രീതികളിൽ നമ്മൾ ഇൻഷുറൻസ് ആ വാക്കിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ എന്താണ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലൈഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അവരുടെ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. 2-3 വീഡിയോകളിലായിട്ട് നമുക്ക് ഓരോ എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കണക്കുകളും പോളിസി ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവര് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ 1-2-3 വീഡിയോകളിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയത് നോക്കുക. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ്. ഇൻഷുറൻസ് ഒരു കരാറാണ്. ദർ ആർ 2 പാർട്ടീസ്. അവിടെ 2 വ്യക്തികൾ ഉണ്ടായിരിക്കും. ഒന്ന് ഇൻഷുററും 2 ഇൻഷുവേർഡും. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ LIC പോലെയുള്ള സ്ഥാപനങ്ങൾ. ഇൻഷുവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി ഹോൾഡർ, ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആളെയാണ് നമ്മൾ ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക. ഇൻഷുറർ എഗ്രീസ് ഫോർ എ കൺസിഡറേഷൻ. അതായത് ഇൻഷുറൻസ് കമ്പനി എഗ്രി ചെയ്യാണ്. അവരെന്താണ് ഉടമ്പടി ചെയ്യുന്നത്? ഫോർ എ കൺസിഡറേഷൻ കോൾഡ് പ്രീമിയം. അവർക്ക് പ്രതിഫലമായിട്ട് എന്ത് ലഭിക്കുന്നുണ്ട്? പ്രീമിയം എന്നുള്ള പ്രതിഫലത്തിന്മീതെ അവരൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? ടു ഇൻഡെംനിഫൈ ദി ഇൻഷുർഡ് അഗെയിൻസ്റ്റ് പോസിബിൾ ലോസ്. വരാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ഇൻഡെംനിഫൈ എന്ന് പറഞ്ഞാൽ നഷ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ഓർ അല്ലെങ്കിൽ ടു പേ എ സ്റ്റേറ്റഡ് സം ഓഫ് മണി. അതായത് ഒരു നിശ്ചിത എമൗണ്ട് പണം കൊടുക്കാം. ഓൺ ദി ഹാപ്പനിങ് ഓഫ് പർട്ടിക്കുലർ ഇവൻറ്റ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്ത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എഗ്രിമെൻറ്റിനെ, ആ കരാർ വ്യവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിട്ടേൺ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പോളിസി, ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയും ആലോചിക്കുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റ് നമ്മൾ ബിസിനസ് ലോയിലൊക്കെ പഠിക്കുന്നതാണ്. എന്താണ് കോൺട്രാക്റ്റും അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഓഫറും 2 കൺസിഡറേഷനും. ഓഫർ ഇവിടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത് എന്താണ്? ഒന്നുകിൽ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം ഉണ്ടായാൽ അതിന് നിശ്ചിത എമൗണ്ട് കൊടുക്കാം എന്ന് പറയണം. ഇവിടെ കൺസിഡറേഷൻ ഉണ്ട്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. അതായത് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇവിടെ പ്രതിഫലമായിട്ട് ഇൻഷുവേർഡിൻ്റെ കയ്യിൽ നിന്ന് ഇൻഷുറർ വാങ്ങുന്നത്? പ്രീമിയമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രീമിയം പ്രതിഫലമായിക്കൊണ്ട് ഒരു ഓഫർ കൊടുക്കുന്നതാണ് ഏത്? അങ്ങനെ ഓഫർ കൊടുത്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്? നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അതാണ്. ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസും. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവനിന്മീതെ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൻ്റെ മീതെ കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അതായത് മരണം സംഭവിക്കുകയോ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നിശ്ചിത എമൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ്. നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ദെൻ അടുത്തത് ജനറൽ ഇൻഷുറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസ് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ, അതായത് നമ്മളെ വ്യക്തികളെ വസ്തുക്കളിൽ മീതെയോ നമ്മളെ സ്ഥാപനങ്ങളിൽ മീതെയോ ഒക്കെ ഉണ്ടാവുന്ന കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, മിസ്ലേനിയസ് ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വസ്തുക്കളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ പിന്നെ അഗ്നിക്ക് ഇരയാകുകയാണെങ്കിൽ, അതായത് തീ പിടിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ്. ദെൻ മറൈൻ ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ വഴി, തുറമുഖങ്ങൾ വഴിയൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിന് മീതെ കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസ്. ദെൻ മിസ്സലേനിയസ്, മറ്റുള്ളവ,
അതിലേതൊക്കെയാണ് വരുന്നത് നോക്കുക. അതിൽ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മോട്ടോർ ആക്സിഡൻറ്റ്, വാഹന അപകടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ്, ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾക്കൊക്കെ എടുക്കുന്ന ഇൻഷുറൻസുകൾ. ബർഗ്ലറി ഇൻഷുറൻസ്, മോഷണം, എന്തെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലും മോഷണം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ മീതെ എടുക്കുന്ന ഇൻഷുറൻസ്. വർക്ക്മെൻ കോമ്പൻസേഷൻ, അതായത് സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ്. ഇതാണ് ജനറൽ ഇൻഷുറൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻഷുറൻസിന് 2ആയിട്ട് തരംതിരിക്കുന്നു, ലൈഫ്, ജനറൽ. ജനറൽ ഇൻഷുറൻസിനെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നു, ഫയർ, മറൈൻ, മിസ്സലേനിയസ്. ദെൻ മിസ്സലേനിയസിനെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നു. ഇനി അതിൽ ആദ്യത്തെയാണ് ലൈഫ് ഇൻഷുറൻസ്. അതാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് ഇത്രയേ ഉള്ളൂ, എന്താണ്, ഒരു സർട്ടൻ സം ഓഫ് മണി, ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാമെന്ന് പറയാണ്. എപ്പോൾ? എയ്തർ ഓൺ ദി ഡെത്ത് ഓഫ് ദി ഇൻഷുവേർഡിൻ്റെ മരണമോ അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് ദി സ്പെസിഫൈഡ് പീരീഡ്, അതായത് ഇവർ പറഞ്ഞ കാലാവധിയോ ഏതാണ് ഹാപ്പൻസ് ഏർലിയർ, വിച്ചവർ ഈസ് ഹാപ്പൻസ് ഏർലിയർ എന്ന്, അതായത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാം, പ്രീമിയം കൺസിഡറേഷൻ ആക്കി വാങ്ങിക്കൊണ്ട്. അങ്ങനെയുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത്, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 20 വർഷ കാലാവധിയുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു പറഞ്ഞ തുക കൊടുക്കും. ഇനി അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ 20 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ നിശ്ചിത എമൗണ്ട് കൊടുക്കും. ഇതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ്. ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെയും പ്രീമിയം ആരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും? ഇൻഷുവേർഡിൻ്റെ കയ്യിൽ നിന്ന് ഇൻഷുറർ കളക്ട് ചെയ്യും. ഇനി നമ്മൾ പഠിക്കുന്നത് അതിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ഫൈനൽ അക്കൗണ്ടാണ്. ഈ ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലാദ്യം റവന്യൂ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒരു റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്, ഒരു ഇൻഷുറൻസ് സ്ഥാപനം അതിൻ്റെ ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട വരവുകളും ചെലവുകളും അനലൈസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് റവന്യൂ അക്കൗണ്ട്. പ്രിപ്പയർ ചെയ്യുന്ന ഫോം A-RA കണ്ടോ, ആ ഒരു ഫോർമാറ്റിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് കുറേ ഹെഡിങ്ങുകളൊക്കെ കൊടുക്കാനുണ്ട്, അതൊക്കെ വിശദമായിട്ട് ഇത് ഞാൻ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഈ ഫോർമാറ്റ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന ഇതിൽ കുറച്ചും കൂടി വിശദീകരിച്ചിട്ടാണ് ഇതിൻ്റെ ഫോർമാറ്റൊക്കെ വരുന്നത്. ഞാൻ അത്ര വിശദീകരിച്ച് തന്നിട്ടില്ല. പ്രോബ്ലം ചെയ്യാനുള്ള ആ ഒരു പിന്നെ രീതിയിലേക്ക് ഞാൻ ഇതിൻ്റെ ഫോർമാറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അതിൽ വരുന്ന ഐറ്റങ്ങൾ, ആദ്യത്തെ ഐറ്റം പ്രീമിയമാണ്. ശ്രദ്ധിക്കുക, പ്രീമിയം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയം ഷെഡ്യൂൾ നമ്പർ 1 ആണ്, അതും ശ്രദ്ധിക്കുക, ബാങ്കിൻ്റെയൊക്കെ പോലെ തന്നെ. പിന്നെ അതിൽ തന്നെ റീഇൻഷുറൻസ് സീഡഡ്, റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. ദെൻ അടുത്തത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ അതിൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമ്മൾ ലെസ് ചെയ്യണം. ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ലെസ് ചെയ്യാനുള്ളതാണ്. തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അവിടെ ലെസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ആ ഭാഗത്ത് വരുന്നത്. ഇതൊക്കെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻകമാണ്. പ്രധാന ഇൻകം പ്രീമിയമാണ്. ദെൻ അടുത്തത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, പുറത്തെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. പിന്നെ അതർ ഇൻകം, മറ്റെന്തെങ്കിലും ഇൻകം. അതിൽ വരുന്നതാണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻറ്റഡ്, ദെൻ ഫൈൻ ആൻഡ് ഫീ റിസീവ്ഡ്, എന്തെങ്കിലും ഫൈനുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത്, ട്രാൻസ്ഫർ ഫീ, ഇതൊക്കെ മറ്റ് ഇൻകത്തിലാണ് വരിക. അപ്പോൾ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രീമിയം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, അതർ ഇൻകംസ്. ഈ 3 ഐറ്റങ്ങളാണ്. ഇതിൽ പ്രീമിയത്തിന് മാത്രമാണ് ഷെഡ്യൂൾ നമ്മൾ നോക്കേണ്ടതുള്ളൂ, ഷെഡ്യൂൾ നമ്പർ 1. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത്രയാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇൻകം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അതെന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. ആ ടോട്ടലിന് നമ്മൾ ടോട്ടൽ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് ടോട്ടലാണ്, അത് എല്ലാ ഇൻകമാണ്, പ്രീമിയം മുതൽ അതർ ഇൻകം വരെയുള്ള. ഓക്കെ. അടുത്തത് എക്സ്പെൻസ് ആണ്. ആ ബാങ്കിൻ്റെ ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസ് ആണ്. കമ്മീഷൻ, അത് ഷെഡ്യൂൾ നമ്പർ 2. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ്, അതായത് ഇൻഷുറൻസ് ബിസിനസ്സിലെ മറ്റ് പ്രവർത്തന ചിലവുകൾ, അത് ഷെഡ്യൂൾ നമ്പർ 3. പിന്നെ പ്രൊവിഷൻ, ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ, ഇങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ അതിൽ വരും. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ ടോട്ടൽ ബി എന്ന് പറഞ്ഞ് നമ്മൾ ടോട്ടൽ ചെയ്തിടും. അടുത്തത് ബെനഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ ഇൻ്ററിം ബോണസ് പെയ്ഡ്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്, അതായത് ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ 2 വർഷങ്ങളിലെ നെറ്റ് ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ലൈഫ് പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന നെറ്റ് ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ഇതൊക്കെയാണ് നമ്മളവിടെ എഴുതാനുള്ളത് ബെനിഫിറ്റ്സ് പെയ്ഡിൽ. അത് ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. അതിൽ വരുന്ന മറ്റ് 2 ഐറ്റങ്ങളാണ് ഇൻ്ററിം ബോണസ് പെയ്ഡും ചേഞ്ച് ഇൻ ദി വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റിയും. അതും കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ എ,
ടോട്ടൽ ബി, ടോട്ടൽ സി, ഇങ്ങനെ 3 സെക്ഷനായിട്ട് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ കാണലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എ കിട്ടി, അതായത് ഇൻകം അതുപോലെ തന്നെ കമ്മീഷൻ്റെ എക്സ്പെൻസുകളെല്ലാം കൂടി ടോട്ടൽ ബി കിട്ടി. പിന്നെ ബെനിഫിറ്റ്സ് ടോട്ടൽ സി കിട്ടി. ഇനി ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് സർപ്ലസ് കാണലാണ്, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഈ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നിവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എ മൈനസ് ബി മൈനസ് സി ആണ്. അപ്പോൾ നമുക്കവിടെ മൈനസ് ആണെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ സർപ്ലസ് ആയിരിക്കും. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ ലാഭത്തെ നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യലാണ്, വീതിക്കലാണ്. അത് എങ്ങോട്ടൊക്കെ മാറ്റാണ്ട് ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതുപോലെ ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ഈ 2 ഐറ്റങ്ങളാണ്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കാൻ, അതുപോലെ മറ്റ് റിസർവുകളിലേക്ക് മാറ്റാനുണ്ടെങ്കിൽ ചോദ്യത്തിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ സർപ്ലസിൽ നിന്ന് എന്ത് ചെയ്യാം, ലാസ്റ്റ് നമ്മൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടും. അതാണ് ആ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം, ഷെഡ്യൂൾ നമ്പർ 2 കമ്മീഷൻ, ഷെഡ്യൂൾ നമ്പർ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇതിൽ 1ഉം 2ഉം ഷെഡ്യൂൾ നമ്പർ 1ഉം 2ഉം പ്രീമിയവും കമ്മീഷനും നമുക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ആ ഷെഡ്യൂളുകൾ അത് നമുക്ക് അത്രയധികം വിശദീകരിക്കാനില്ല, അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് അവിടെ പറഞ്ഞ് തന്നിട്ടേ ഉള്ളൂ. ഷെഡ്യൂൾ നമ്പർ 1ഉം അതുപോലെ തന്നെ ഷെഡ്യൂൾ നമ്പർ 2ഉം. ഈ ഷെഡ്യൂൾ നമ്പർ 3ഉം 4ഉമാണ് അതിൽ കുറച്ച് ഐറ്റങ്ങൾ കൂടുതൽ വരുന്നത്. അതാണ് ഞാൻ അവിടെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഷെഡ്യൂൾ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, പ്രവർത്തന ചിലവുകളാണ് അതിൽ വരുന്നത്. അതൊക്കെ നമുക്ക് എളുപ്പമാണത്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കാണാപ്പാടം പഠിക്കേണ്ട, ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എംപ്ലോയീസ് റെമ്യൂണറേഷൻ, ട്രാവലിംഗ്, റെൻ്റ് റേറ്റ്സ്, അതുപോലെ റിപ്പയേഴ്സ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസ്, അങ്ങനെയുള്ള കമ്മീഷൻ ഒഴികെയുള്ള മറ്റ് ചിലവുകൾ എവിടെ വരും? ഷെഡ്യൂൾ നമ്പർ 3 വരും. കമ്മീഷൻ ഒഴികെയുള്ള മറ്റ് ചിലവുകൾ. കമ്മീഷൻ എന്നുള്ള ഭാഗം അറിയാലോ, ഷെഡ്യൂൾ നമ്പർ 2, അതായത് ഏജൻറ്റുമാർക്കൊക്കെ കൊടുക്കുന്ന കമ്മീഷനുകളൊക്കെയാണ് അതിൽ വരിക. അതൊഴികെയുള്ള മറ്റ് ചിലവുകളാണ് ഏതിൽ വരിക? ഷെഡ്യൂൾ നമ്പർ 3 വരിക. മനസ്സിലായല്ലോ? ഇനി ഷെഡ്യൂൾ നമ്പർ 4 ആണ് ബെനിഫിറ്റ്സ് പെയ്ഡ്. ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പോളിസി ഹോൾഡേഴ്സിന് പിന്നെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ബെനിഫിറ്റുകൾ. ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്ലെയിംസ് ബൈ ഡെത്ത് ആണ്, മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആ എമൗണ്ട്, സർട്ടൻ സം ഓഫ് മണി. മനസ്സിലായല്ലോ? അപ്പം ഇനി മരണമല്ല ഉണ്ടായത്, നേരെ മറിച്ച് കാലാവധി തീരുകയാണ് ഉണ്ടായത്. അതായത് 20 വർഷ കാലാവധിയുള്ള പോളിസിയാണ്. അപ്പോൾ 20 വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസേനെയാണ് ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാം എന്ന് എഗ്രിമെൻറ്റ് ചെയ്ത ആ എമൗണ്ട് കൊടുക്കുന്നതിനെയാണ്, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അടുത്തത് സറണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി കാലാവധി കഴിയുന്നതിൻ്റെ മുന്നേ പോളിസി ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് പോളിസി ഹോൾഡറെങ്കിൽ അതിനെയാണ് സറണ്ടേഴ്സ് എന്ന് പറയുക. ദെൻ ആന്വിറ്റി, ഈ ഫുൾ എമൗണ്ട് ഒരു തവണ കൊടുക്കുന്നതിന് പകരം എന്താണ് വർഷം ആനുവൽ പേയ്മെൻ്റ് ആയിട്ട് ക്ലെയിം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ആന്വിറ്റീസ് എന്ന് പറയുക. പിന്നെ പെൻഷൻ സ്കീം പേയ്മെൻറ്റുകൾ, ഇപ്പോൾ ഇൻഷുറൻസിൽ തന്നെ പെൻഷൻ സ്കീമുകളൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ്, അതർ ബെനിഫിറ്റ്, മറ്റ് ബെനിഫിറ്റുകൾ. ഇത് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട പൈസകളാണ് എവിടെ വരിക? ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരിക. പ്രധാനമായിട്ട് ആന്വിറ്റി, ക്ലെയിം, സറണ്ടർ വാല്യൂ ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി നമുക്കൊരു ചോദ്യം നോക്കി നോക്കാം. ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഹാഡ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹10 lakh ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് ₹10 each. അതായത് അവരുടെ ക്യാപിറ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നെറ്റ് ലയബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നെറ്റ് ലയബിലിറ്റി ഓഫ് ഓൾ കോൺട്രാക്ട്സ് ഇൻ ഫോഴ്സ് ആസ് ഓൺ 31st March 2019 വാസ് 96 lakh and 2018 84 lakh. അതായത് നെറ്റ് ലയബിലിറ്റി 2 വർഷത്തെ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 96 ലക്ഷവും 84 ലക്ഷവും കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടിയിട്ട്. ദെൻ ദി കമ്പനി ഹാഡ് പെയ്ഡ് ഇൻ്ററിം, കമ്പനി ഇൻ്ററിം ബോണസ് കൊടുക്കുന്നുണ്ട് 2,60,000. പിന്നെ 20% ഓഫ് ദി സർപ്ലസിൻ്റെ 20% ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. 20% ടു റിസർവ്, 20% സർപ്ലസിൻ്റെ എങ്ങോട്ട് മാറ്റുന്നുണ്ട്? റിസർവിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ലാഭത്തിൻ്റെ 20% ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്, 20% റിസർവിലേക്ക് മാറ്റുന്നുണ്ട്, 2,60,000 ഇൻ്ററിം ബോണസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലയബിലിറ്റി 2 എമൗണ്ട് തന്നിട്ടുണ്ട്. ഇത്രയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ മറ്റു കുറച്ച് ഐറ്റങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആ ഐറ്റങ്ങളൊക്കെ എവിടെ വരിക എന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. ആദ്യത്തെ ഐറ്റം പ്രീമിയം ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയമാണ്. പ്രീമിയം നമുക്കറിയാം ഷെഡ്യൂൾ നമ്പർ 1 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഐറ്റം ആ പ്രീമിയം ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന ഐറ്റം നമുക്കറിയാം എവിടെ വരും? ഷെഡ്യൂൾ നമ്പർ 1 വരും. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം ഏതാണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്
അതായത് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും റെൻറ്റൊക്കെ കിട്ടുന്നതാണ്. അത് ഷെഡ്യൂളിൽ വരുന്ന ഐറ്റം അല്ല, അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കാണാം ആ ഫോർമാറ്റിൽ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതാണ് അത്. അടുത്തത് ഫീസ് എന്ന് പറഞ്ഞാൽ അതർ ഇൻകം ആണ്. ഇപ്പോൾ നമ്മൾ ഫീയും ഫൈനൊക്കെ എന്താണ്, അതർ ഇൻകം ആണ്. അടുത്തത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ്റെ താഴേക്ക് വരുന്ന പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, അത് പ്രൊവിഷനാണ്. അടുത്തായിട്ട് മാനേജ്മെൻറ്റ് എക്സ്പെൻസ്, അത് ചിലവാണ്. അത് എന്താണ്, ഷെഡ്യൂൾ നമ്പർ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് വരിക. ആനുറ്റീസ് പെയ്ഡ്, ആനുറ്റി എന്ന് പറഞ്ഞാൽ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ബെനിഫിറ്റാണ്, അത് ഷെഡ്യൂൾ നമ്പർ 4 വരിക, ആനുറ്റീസ് പെയ്ഡ്. അടുത്തത് സറണ്ടേഴ്സ്, അതും ബെനിഫിറ്റാണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതും ഷെഡ്യൂൾ നമ്പർ 4. പിന്നെ സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റീവാല്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ലാഭം, അത് നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്, ആ ഫോർമാറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. അത് പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണാം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്നുള്ള അർത്ഥം, അപ്പോൾ അത് അവിടെ വരും. അടുത്തത് റീ ഇൻഷുറൻസ് ഇർറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത പൈസ എന്നുള്ള അർത്ഥമാണ്, അപ്പോൾ അത് ബാഡ് ഡെപ്റ്റ് ആണ്. ഇറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാത്തതാണെന്നാണ്, നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തത്, അതിൻ്റെ അർത്ഥം അതെന്താണ്, ബാഡ് ഡെപ്റ്റ് ആണ്. അടുത്ത ഐറ്റം ക്ലെയിംസ് ലെസ് റീ ഇൻഷുറൻസ് ക്ലെയിംസ്. ക്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, ബെനിഫിറ്റാണ്. അതായത് കാലാവധി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നതാവും. ക്ലെയിംസ് ബൈ ഡെത്തും ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി രണ്ടും കൂടി ഒരുമിച്ച് തന്നതായിരിക്കാം. അപ്പോൾ അത് ഷെഡ്യൂൾ നമ്പർ 4 വരും. പിന്നെ കൺസിഡറേഷൻ ഫോർ ആനുറ്റി, അത് അതർ ഇൻകം ആണ്. കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് എന്ന് പറയുന്നത് ഏതിലാണ് വരിക, അതർ ഇൻകത്തിലാണ് വരിക. അടുത്തത് കമ്മീഷൻ നമുക്കറിയാം ഷെഡ്യൂൾ നമ്പർ 2 ആണ്. അപ്പോൾ 1ഉം 2ഉം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി, അപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 3ഉം 4ഉം മാത്രമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആൻസറിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിൽ ആ പാരഗ്രാഫ് തന്നതിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് നെറ്റ് ലയബിലിറ്റിയുടെ കാര്യം, പിന്നെ രണ്ടാമത്തത് ഇൻറ്ററിംഗ് ബോണസ്, പിന്നെ ഷെയർ ഹോൾഡർക്കും റിസർവും 20% വീതം വീതിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഐറ്റങ്ങൾ ഷെഡ്യൂൾ നമ്പർ തിരിച്ചിട്ടുള്ളത് മാത്രം, അല്ലാത്തത് അതിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് സെപ്പറേറ്റ് എഴുതാനുള്ളതും ഉണ്ടാവും. ഷെഡ്യൂൾ നമ്പറിലേക്ക് മാറ്റിയിട്ട് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ആ ഹെഡിലേക്ക് മാറ്റാനുള്ളതും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ആൻസർ നോക്കാം. ഞാൻ ആ ഫോർമാറ്റ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡിയും കഴിഞ്ഞ അതായത് നമ്മൾ ചോദ്യത്തിൽ നിന്ന് ആ ഒരു പിന്നെ ഷെഡ്യൂളുകളൊക്കെ തരംതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷെഡ്യൂളുകൾ വെച്ചുകൊണ്ട് ഞാൻ ഷെഡ്യൂൾ നമ്പർ 1 മുതൽ 4 വരെ ആദ്യം തന്നെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് പ്രീമിയം ഷെഡ്യൂൾ നമ്പർ 1 അങ്ങനെ ഓരോന്നും ഞാൻ ഷെഡ്യൂളുകൾ സെപ്പറേറ്റ് ഓൾറെഡി അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം മാത്രമേ വരുന്നുള്ള ഒരു ഐറ്റം 57,20,000. ഷെഡ്യൂൾ നമ്പർ 2, അപ്പോൾ അത് അങ്ങനെ 4 ഷെഡ്യൂളും, ഈ 4 ഷെഡ്യൂളും ഞാൻ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളും ചോദ്യം അനലൈസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിച്ച അതേ ഐറ്റങ്ങൾ തന്നെ. പ്രീമിയം നമ്മൾ എഴുതി 57,20,000 രൂപ. അടുത്തത് കമ്മീഷൻ 2,20,000 അത് നമ്മൾ എഴുതി. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ എഴുതി. പിന്നെ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഹെഡിൽ കുറച്ച് ഐറ്റം വരുന്നുണ്ട്, ആനുറ്റി, ക്ലെയിംസ്, അതുപോലെ സറണ്ടർ, 3 ഐറ്റം. അങ്ങനെ 37,70,000 രൂപയാണ് പിന്നെ ഏത് വരുന്നത്, ബെനിഫിറ്റ് പെയ്ഡ് വരുന്നത്. അങ്ങനെ 4 ഷെഡ്യൂൾ നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പിന്നെ ചോദ്യത്തിൽ നമ്മൾ അനലൈസ് ചെയ്തതാണ്, അത് അതേപടി നമ്മൾ ഷെഡ്യൂളുകൾ വരച്ച് ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കമ്പനിയുടെ പേര്, ദെൻ റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ 31 മാർച്ച് 2019, ആ ഹെഡൊക്കെ നമ്മൾ കൊടുത്തു. ഇനി അതിൽ വരുന്ന ആദ്യത്തെ ഐറ്റം ഫോർമാറ്റ് നോക്കുക. ആദ്യം ഫോർമാറ്റിൽ കാണാം ഫസ്റ്റത്തെ ഐറ്റം പ്രീമിയമാണ്. ഇവിടെ റീ ഇൻഷുറൻസ് സീഡഡും ആക്സെപ്റ്റഡ് അങ്ങനെ ഒന്നും ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം എഴുതാം. പ്രീമിയത്തിൻ്റെ ഷെഡ്യൂൾ 1 ആണ്, നമുക്കറിയാം ഷെഡ്യൂൾ നമ്പർ 1 ആണ്. അതിൻ്റെ എമൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 57,20,000 ആണ്. അപ്പോൾ നമ്മൾ ആ എമൗണ്ടിൽ എഴുതി 57,20,000 എമൗണ്ട് കുളത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞു, പ്രീമിയം എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ പ്രീമിയം പിന്നെ അടുത്ത 2 ഐറ്റങ്ങൾ ഇൻഷുറൻസിൻ്റെ റീ ഇൻഷുറൻസിൻ്റെയാണ്, അതൊന്നും വരുന്നില്ല. പിന്നെ അടുത്തത് വരുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അടുത്ത ഇൻകം അല്ലേ, ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലൊരു ഐറ്റം വരുന്നുണ്ട് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. അപ്പോൾ നമ്മൾ അത് അവിടെ അതേപോലെ എടുത്തെഴുതുന്നു, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. എത്ര രൂപയാണ്, 28 ലക്ഷം രൂപ അല്ലേ. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് അതേപോലെ അവിടെ എഴുതി 28 ലക്ഷം രൂപ. ഇനി അതിൽ അടുത്തത് ഏതെങ്കിലും ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ഒരു ഐറ്റം കൂടി കാണാം, സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ നേരത്തെ ചോദ്യം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയാണ്, 20,000 രൂപ. അപ്പോൾ അത് നമ്മളത് എഴുതി, 20,000 രൂപ നമ്മൾ
എഴുതി. അപ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് അതർ ഇൻകം ആണ്. അതർ ഇൻകം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പ്രീമിയം നമ്മൾ എഴുതി, അത് മാത്രമേ അവിടെ ഷെഡ്യൂൾ നമ്പർ 1 വരുന്നുള്ളൂ. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ഐറ്റങ്ങളാണ്, അത് നമ്മൾ എഴുതി. പിന്നെ അതർ ഇൻകത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റം ഏതാണ്? 2 ഐറ്റം വരുന്നുണ്ട്. ഒന്ന് ഫീസ് അല്ലേ, ഒന്ന് ഫീസ് വരുന്നുണ്ട്, രണ്ടാമത്തെ കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻറ്റഡ് വരുന്നുണ്ട്. ആ 2 ഐറ്റം നമ്മൾ എഴുതുന്നു. ആദ്യത്തെ കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻറ്റഡ് 16,000 രൂപ, പിന്നെ ഫീസ്. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓർഡർ മാറിയതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ആദ്യം ഫീസ് എഴുതിയോണ്ടോ അല്ലെങ്കിൽ അത് രണ്ടാമത് എഴുതിയതുകൊണ്ടോ ഒന്നും പ്രശ്നമില്ല. ഫീസ് അത് നമ്മൾ എഴുതി 16,000 രൂപ, മറ്റേത് 1,60,000 രൂപ കൺസിഡറേഷൻ. അങ്ങനെ ആ കോളം നമ്മൾ ടോട്ടൽ ചെയ്യാണ്. 86,17,000 കിട്ടും. അതിനെ നമ്മൾ ടോട്ടൽ ബ്രാക്കറ്റിൽ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇൻകത്തിൻ്റെ ടോട്ടൽ കിട്ടി. ഇനി അടുത്തത് എക്സ്പെൻസുകളാണ്. അതിൽ ആദ്യത്തെ ഐറ്റം ഏതാണ്? കമ്മീഷനാണ്. അപ്പോൾ ഇൻകം നമ്മൾ അതോർക്കനെ കഴിഞ്ഞു. ഇനി അപ്പോൾ അതിൽ കമ്മീഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ നമ്പർ 2 ആണ് കമ്മീഷൻ വരുന്നത്. കമ്മീഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. 2,20,000 2,20,000 ആണ് എന്ത് വരുന്നത്? കമ്മീഷൻ വരുന്നത്. 2,20,000 രൂപ. അത് നമ്മൾ അതേപോലെ എഴുതി. കമ്മീഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ്. അത് ഷെഡ്യൂൾ നമ്പർ 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫോർമാറ്റിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ് അത് നമ്മൾ മുൻപ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 7 lakh ആണ്, 7 ലക്ഷം. അപ്പോൾ നമ്മളത് ആ എമൗണ്ടിൻ്റെ നേരെ 7 ലക്ഷം രൂപ എഴുതി. ഇനി അടുത്ത ഐറ്റം വരുന്നത് ഏതാണ്? അത് കഴിഞ്ഞാൽ ഇനി 1-2 ഐറ്റങ്ങൾ എക്സ്പെൻസ് ആയിട്ട്, അതായത് നമുക്കുണ്ടായ ചിലവ് അല്ലെങ്കിൽ നഷ്ടം, ചിലവുകളോ നഷ്ടങ്ങളോ ആയിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തെ റീ ഇൻഷുറൻസ് ഇറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒരു കിട്ടാക്കടം ഉണ്ടായിട്ടുണ്ട്. ഇറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്, റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അത് ബാഡ് ഡെപ്റ്റാണ്, കിട്ടാക്കടമാണ്, നഷ്ടമായിട്ട് മാറി അല്ലേ. അപ്പോൾ അത് നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബ്രാക്കറ്റിൽ റീ ഇൻഷുറൻസ് ഇറിക്കവറബിൾ 16,000 രൂപയാണ്. അത് നമ്മൾ എഴുതി. പിന്നെ വരുന്ന ഐറ്റം ഏതാ നോക്കുക? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് പറഞ്ഞാൽ പ്രൊവിഷനാണ് അല്ലേ. ഇൻകം ടാക്സ് പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സേഷൻ, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് എഴുതാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എഴുതാം. അത് 4,40,000. അപ്പോൾ അത്രയും ഐറ്റമാണ് ഏതിൽ വരുന്നത്? ആ ഒരു സെക്ഷൻ, ആ ഒരു ചിലവ്, ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ ചിലവുകളിൽ വരുന്നത് 13,76,000. അതിന് നമ്മൾ ടോട്ടൽ ബി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ എ ഇൻകം ആണ്, ടോട്ടൽ ബി എക്സ്പെൻസ് ആണ്. അടുത്ത ഹെഡ് എന്താണ്? അടുത്ത ഹെഡല്ല, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. എന്തൊക്കെ ബെനിഫിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ബെനിഫിറ്റുകൾ എന്തെല്ലാം ഒരു ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 ആണ്. എല്ലാം കൂടിയിട്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 37,70,000 37,70,000. അപ്പോൾ അത് നമ്മൾ അതേപോലെ എടുത്ത് എഴുതി ഷെഡ്യൂൾ നമ്പർ 4. പിന്നെ എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കുക. അവിടെ ചോദ്യത്തിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാം ഇൻ്ററിംഗ് ബോണസ് 2,60,000 കൊടുത്തിട്ടുണ്ട്. ഇൻ്ററിംഗ് ബോണസ് എന്ന് പറഞ്ഞ് 2,60,000 കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് ബെനിഫിറ്റ് തന്നെയാണ്. എന്താണ്? ബോണസ് കൊടുക്കണം. പക്ഷേ അത് ആന്വിറ്റിയും അതൊന്നും പോലെയല്ല. അതെന്താണ്? ഒരു സെപ്പറേറ്റ് ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുന്നു. ഇൻ്ററിംഗ് ബോണസ് കൊടുക്കണം. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എഴുതി. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുക. അവിടെ ഒരു നെറ്റ് ലയബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. 2019 96 ലക്ഷവും 2018 84 ലക്ഷവും. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി ലയബിലിറ്റി റിലേഷൻ ടു ഇൻഷുറൻസ് പോളിസി. അതായത് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് ലയബിലിറ്റിയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതണം. മനസ്സിലായല്ലോ? അത് കൂടിയിരിക്കുകയാണ്, ഈ വർഷത്തേക്ക് കൂടിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു പിന്നെ എക്സ്ട്രാ എക്സ്പെൻസ് ഒരു കൂടി എന്നുള്ള, അതായത് ലയബിലിറ്റി അവിടെ കൂടി എന്നുള്ളൊരു അർത്ഥമാണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ആ ഡിഫറൻസ് ഇവിടേക്ക് എടുത്ത് എഴുതണം. അത് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. ഫോർമാറ്റിലുണ്ട് ഇതൊക്കെ വിശദമായിട്ട്. ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി. മനസ്സിലായോ? ലയബിലിറ്റിയുടെ വാല്യുവേഷനിൽ ഉണ്ടായ മാറ്റം അതേതാണ്? ആ 2 എമൗണ്ടിൻ്റെ ഡിഫറൻസ് 96 ലക്ഷം മൈനസ് 84 ലക്ഷം. 96 ലക്ഷം മൈനസ് 84 ലക്ഷം എത്ര രൂപ വരും? 12 ലക്ഷം, 12 lakh വരും. അപ്പോൾ നമ്മൾ അതും എഴുതി. അപ്പോൾ ആ ഐറ്റം അവിടെ ചോദ്യത്തിലുണ്ട്. മിക്കവാറും ചില ചോദ്യങ്ങളിൽ ഈ ഐറ്റം വരില്ല, വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് എഴുതണ്ട. ഇവിടെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എഴുതി. എന്നിട്ട് നമുക്ക് ടോട്ടൽ കിട്ടി 52,30 അല്ലേ, 52,30,000 നമ്മൾ ടോട്ടൽ സി എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സർപ്ലസ് ആണോ അതോ ഡെഫിസിറ്റ് ആണോ ഉണ്ടായത്, ഇവിടെ ലാഭമാണോ നഷ്ടം, അതിനെയാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് നോക്കുക. അത് എ മൈനസ് ബി മൈനസ് സി ആണ്. അതായത് ആ ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസും ഈ ബെനിഫിറ്റും അത് 3 മൈനസ് സി. അതായത് 86,17,000 നിന്ന്
മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും 21,10,000 21,10,10,000 രൂപ കിട്ടും. ഇത് സർപ്ലസ് ആണ്. നമുക്ക് കിട്ടിയത് മൈനസ് ആണെങ്കിലാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുള്ളൂ. ഇത് സർപ്ലസ് ആണ്. അതുകൊണ്ട് നമ്മൾ സർപ്ലസ് മണ്ട് കൊടുത്താൽ മതി. എ മൈനസ് ബി മൈനസ് സി. ഓക്കെ, ആ സർപ്ലസിൻ്റെ അതാണ് ലാഭം. ആ ലാഭത്തിൽ നിന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്രോപ്രിയേഷൻസ് നടത്തേണ്ടത്. ഈ 21,10,000 നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്രോപ്രിയേഷൻസ് നടത്തുന്നത്. അതെങ്ങനെയാണ് നടത്തുന്നത് നോക്കുക എല്ലാവരും. ഇവിടെ എന്തൊക്കെ അപ്രോപ്രിയേഷൻ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഫസ്റ്റ് 20% ഓഫ് ദി സർപ്ലസ് ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, ദെൻ 20% ടു റിസർവ്. ലാഭത്തിൻ്റെ സർപ്ലസിൻ്റെ 20% ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഡിവിഡൻ്റായിട്ട് 20% റിസർവിലേക്ക്, അങ്ങനെ നമ്മൾ അപ്രോപ്രിയേഷൻസ് നടത്തണം, വീതിക്കണം എന്ന പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും എഴുതണം. ആദ്യം എന്താണ്? ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതായത് ഡിവിഡൻഡ്. അതായത് എത്ര വരുന്നത്? 21,10,000, അതായത് 21,10,000 20%. അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഡിവിഡൻ്റായിട്ട് മാറ്റണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക്. അത് 4,22,000 വരും. അതേപോലെ തന്നെ സെയിം എമൗണ്ട്, അതായത് 21,10,000 20% തന്നെ റിസർവിലേക്ക് മാറ്റണം. അതായത് സെയിം എമൗണ്ട് തന്നെ 4,22,000. ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു? റിസർവിലേക്കും മാറ്റുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ 21,10,000 നിന്ന് ഈ 4,22,000 വെച്ച് 2 റിസർവ് 2 അപ്രോപ്രിയേഷൻസ് നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള പൈസയാണ് ഫ്യൂച്ചർ അപ്രോപ്രിയേഷനും ഫ്യൂച്ചർ ഭാവിയിലുള്ള പിന്നെ എന്താ പറയുക അപ്രോപ്രിയേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ കാണണം. അതായത് 21,10,000 നിന്നും ഈ 4,22,000 നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ പിന്നെ 12,66,000 കിട്ടും. 12,66,000 കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസിന് വേണ്ട ബാലൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസിന് ആവശ്യമായ ബാലൻസ് എന്ന് പറയുന്നത്. 12,66,000 ആണ്. 12,60,60,000 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ടോട്ടൽ അങ്ങനെ കിട്ടി. അപ്പോൾ 12,60,000 ആണ് റവന്യൂ അക്കൗണ്ടിൽ നിന്ന് 66,000, 12,60,60,000 രൂപയാണ് റവന്യൂ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മറ്റെല്ലാ അപ്രോപ്രിയേഷൻസും കുറച്ചിട്ട് ബാലൻസ് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 4 ഷെഡ്യൂളുകളാണ് നോക്കേണ്ടത്. ഷെഡ്യൂൾ നമ്പർ 1, 2, 3, 4, അതായത് പ്രീമിയം, കമ്മീഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇത്രയും ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതിൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ചോദ്യത്തിൽ കൃത്യമായി തന്നിട്ടുണ്ടാവും. അതുപോലെ നെറ്റ് ലയബിലിറ്റിയുടെ കാര്യം നോക്കുക. 2 വർഷത്തെ തന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് നമ്മൾ പിന്നെ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ താഴെ ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. എളുപ്പമാണ്. വലിയൊരു ബുദ്ധിമുട്ട് ബാങ്കിൻ്റെയൊക്കെ ഫൈനൽ അക്കൗണ്ട് പോലെയൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഇൻഷുറൻസിൻ്റെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനൊന്നും വരുന്നില്ല. ഇനി എന്തെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും ഐറ്റം എവിടെ വന്നതിലൊക്കെ. ഓക്കെ, താങ്ക് യു.